ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കും. മാത്യു ചാപ്റ്റർ 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീയ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ഞാൻ സമ്പന്നനായി തീർന്നിട്ടില്ല എന്നുള്ളൊരു ചിന്ത, ഇനിയും എനിക്ക് ആത്മാവിൽ മുന്നേറുവാൻ ഉണ്ട് എന്നൊരു മനോഭാവം, ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയാൽ പോരാ, കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പന്നത എന്നിൽ എത്തുവോളം ഞാൻ ക്രിസ്തുവിൽ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണമെന്ന് ബോധ്യത്തെയാണ് ഇവിടെ കർത്താവ് കാണിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായന്മാർ, ഞാൻ ആത്മാവിൽ സമ്പന്നനായി തീർന്നിട്ടില്ല, ആത്മാവിൽ ഒരു ദാരിദ്ര്യം ഞാൻ അനുഭവിക്കുന്നു. ഈ ആത്മാവിൽ ദരിദ്രനായി ഇരിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ആത്മീയമായി മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ അറിവ്. ദൈവത്തിന് സ്തോത്രം. ആ അറിവാണ് പ്രൈസ് ദ ലോർഡ്, ആമേൻ, ഇന്ന് പകലിൽ അവർ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നു. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നത്? കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാകും. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഈ ഒരു ഭാഗം മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ ഓർക്കണം, ദൈവം നമ്മളെ വിടുവിച്ചൊരു കാര്യം പറയുവാൻ പോകുകയാണ്. എന്താണെന്നറിയാമോ? നമ്മൾ പണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ അപ്പൂപ്പന്മാർ പഠിപ്പിച്ചതായ ആത്മീയമായ മാർഗത്തിലൂടെ പോവുകയാണ്. സ്തോത്രം. ഇനിയും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നവരുടെ ഒരു പരാജയം പറഞ്ഞു തരാം. ഇന്നലകളിൽ പ്രാപിച്ച ആത്മീയ അനുഭവം കൊണ്ട് ഇന്ന് യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവർ ആത്മീയ ദാരിദ്ര്യമുള്ളവരാണ്. ഇവർക്ക് ആത്മാവിൽ മുന്നേറണമെന്ന് ആഗ്രഹമില്ലാത്തവരാണ്. അപ്പൂപ്പന്മാർ പഠിപ്പിച്ച കാലയളവിലെ ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് ഇന്ന് മുന്നേറുവാൻ കഴിയുകയില്ല. എന്തിനേറെ പറയുന്നു, ഇന്നലെ നിങ്ങൾ പ്രാപിച്ച ആത്മീയ അനുഭവം കൊണ്ട് ഇന്ന് മുന്നേറുവാൻ കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവ് പഠിപ്പിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകി തരണമേ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആത്മാവിൽ മുന്നേറുവാൻ കഴിയണം. ആത്മാവിൽ ഞാൻ ദരിദ്രനായിരിക്കുന്നു. ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന സമ്പന്നതയിൽ എത്തിച്ചേർന്നിട്ടില്ല. കർത്താവ്, എനിക്ക് ഇനിയും മുന്നേറുവാനുണ്ടെന്നൊരു മനോഭാവം ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യം വെച്ചിരിക്കുന്നത്. എന്താ കാരണം? ഈ ഒരു ദാരിദ്ര്യം ഉണ്ടെന്ന്, കർത്താവെ, നീ ആഗ്രഹിക്കുന്ന സമ്പന്നതയിൽ എത്തിച്ചേർന്നില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന പ്രാർത്ഥന ദൈവം നിന്നെ ആത്മീയ സമ്പന്നതയിലേക്ക് എത്തിച്ചേർക്കുവാൻ ഇടയായിത്തീരും. ആത്മീയ സമ്പന്ന എത്തിച്ചേർന്ന് ഞാനും നിങ്ങളും, ദൈവത്തിന് സ്തോത്രം, ആമേ, സ്വർഗരാജ്യം നമ്മൾ അവകാശികളായി മാറുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതിന്റെ 40-ാം അധ്യായം ചാപ്റ്റർ 40 അതിന്റെ 29 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. 40:29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓരോരോ സെന്റൻസ് ആയിട്ട് എനിക്ക് ഇവിടെ വായിച്ചത്. ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു ഒതുക്കി കൂടെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് കർത്താവേന്ന്, ആത്മാവിൽ ഞാൻ ക്ഷീണിതനാണെന്ന്, ദാരിദ്ര്യമുണ്ടെന്ന് ആരാഗ്രഹിക്കുന്നു? ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകും. സ്തോത്രം. അടുത്തത്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ആത്മാവിൽ ബലം നഷ്ടപ്പെട്ടവരാ, ഇതല്ല എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ ബലമില്ല എന്ന് പറഞ്ഞാൽ ദൈവനിൽ ബലം വർദ്ധിപ്പിക്കും. സ്തോത്രം. അടുത്ത വാക്യം, ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആമേൻ. ഈ യാത്രയിൽ, ആമേൻ, സ്തോത്രം, ഓർക്കണം, ബാല്യക്കാർ, യൗവനക്കാർ
എന്ന് പറഞ്ഞാൽ ആമേൻ ആദ്യ സമയങ്ങളിൽ ആത്മാവിന്റെ അനുഭവം പ്രാപിച്ചവർ, ആമേൻ സ്തോത്രം, അവർ ബാല്യവും വിട്ടു, യൗവനവും വിട്ടു, ആത്മീയ പുരുഷത്വം പ്രാപിക്കുവാൻ, ആത്മീയ പ്രായം തികയോളം നിൽക്കുവാൻ, വളരുവാൻ മനസ്സില്ലാതെ ആമേൻ ആത്മീയ അനുഭവമുള്ളവരും യൗവന ആത്മീയ അനുഭവമുള്ളവരും അത്രയും പ്രാപിച്ചു നിൽക്കുന്നവർ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവർ ഇടറിപ്പോകും, അവർ തളർന്നു പോകും. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കർത്താവ് എഴുതി വച്ചിരിക്കുന്നു, ദൈവം എഴുതി വച്ചിരിക്കുന്നു, അല്പം പ്രാപിച്ച ശേഷം ഇത് മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ അല്പം കഴിയുമ്പോൾ ഇടറി വീഴും, അല്പം കഴിയുമ്പോൾ അവർ തളർന്നു പോകും. എന്നാൽ എന്റെ ബാല്യത്തിലെ അഭിഷേകമല്ല, എന്റെ യൗവന അഭിഷേകമല്ല, പുരുഷത്വത്തിലേക്ക് തികയുന്ന, പ്രായപൂർത്തി തികയുന്ന, ആത്മാവിന്റെ സമ്പന്നത തികയുന്ന അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? അത് പകരുവാൻ കഴിവുള്ള യഹോവയ്ക്കായി അവർ കാത്തിരിക്കും. സ്തോത്രം. യഹോവയ്ക്കായി അവർ കാത്തിരിക്കും. ഈ ബാല്യ തുടക്കത്തിൽ വീണ്ടും ജന്മത്തിൽ പ്രാപിച്ച അഭിഷേകമല്ല, ബാല്യത്തിലുള്ള അഭിഷേകമല്ല, പിന്നെ അല്പപ്രായമുള്ള അഭിഷേകമല്ല. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന അഭിഷേകം എന്റെ മേൽ പകരണമെന്ന് കാത്തിരിക്കുന്നവർ അത് പകരുവാൻ കഴിയുന്ന യഹോവയ്ക്കായി കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? വായിച്ച് ബിജു പറയാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ അനുദിനം ശക്തിയെ പുതുക്കും. അടുത്ത വാക്യം, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ പുതുക്കുന്നവർ ആത്മാവിൽ സമ്പന്നതയിലേക്ക് ഉയരുവാൻ തുടങ്ങും. കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. അവർ തളർന്നു പോകാതെ ഓടുകയും അവർ തളർന്നു പോകുകയില്ല, അവർ ഓടിക്കൊണ്ടേയിരിക്കും. അടുത്ത വാക്യം, തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓർക്കണം, ഇവിടുത്തെ ആക്ഷൻ നോക്കിക്കേ, ഒരിടത്തും സ്റ്റോപ്പ് ആകുന്നില്ല. ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും, കഴുകനെ പോലെ പറന്നുകൊണ്ടിരിക്കും, അവർ ഓടിക്കൊണ്ടിരിക്കും, അവർ നടന്നുകൊണ്ടിരിക്കും. സ്തോത്രം. എവിടെയും അവരുടെ ആത്മീയ അനുഭവം സ്റ്റോപ്പ് ആകുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്കിന്ന് പകരം എന്താണ് ആവശ്യം? നിന്റെ അകത്തൊരു മനോഭാവം, നിന്റെ അകത്തൊരു തീരുമാനം. എന്താണ് ആ തീരുമാനം? കർത്താവെ, നീ ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പന്നത എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, നീ ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പന്നത പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കത് പ്രാപിക്കണം. അതിനുവേണ്ടി ഇന്ന് പ്രാപിച്ച അഭിഷേകത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി പ്രാപിക്കാനുള്ള സ്വർഗീയ കൃപകൾക്ക് വേണ്ടി, ഇനി പ്രാപിക്കാനുള്ള സ്വർഗീയ അഭിഷേകത്തിന് വേണ്ടി അത് പകരുവാൻ കഴിവുള്ളവന്റെ പാദപീഠത്തിൽ താണിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, അതിനായി കരയുവാൻ തയ്യാറാകുമെങ്കിൽ, നിലച്ചു പോകാത്തൊരു ആത്മീയ അനുഭവത്തിന് ഉടമയാക്കി ദൈവം നിന്നെ മാറ്റും. സ്തോത്രം. ആമേൻ. പറക്കേണ്ടവനെ പറപ്പിക്കും, ഓടേണ്ടവനെ ഓടിക്കും, നടക്കേണ്ടവനെ നടത്തും. ഒരിടത്ത് ദൈവം നിന്നെ ഇരുത്തുകയില്ല. സ്തോത്രം. ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ദൈവസഭയ്ക്ക് നേരെ എന്തെല്ലാം ആയുധങ്ങളുമായി എഴുന്നേറ്റാലും യഹോവയുടെ അഭിഷേകം പ്രാപിച്ചവരുടെ ഓട്ടത്തെ, അവരുടെ മുന്നോട്ടുള്ള യാത്രയെ തടുക്കുവാൻ കഴിയാത്തത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലൊരു മനോഭാവമുണ്ട്. ദൈവസഭയോട് ദൈവാത്മ ദൂത് പറയുന്നു, ഈ മനോഭാവം ഇല്ലായ്മയാണ് ഈ പ്രതിസന്ധിയുടെ കാരണം. മുന്നേറുവാൻ മനസ്സുള്ളവരായി മാറുവാൻ കഴിയാത്തതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം. ഇന്ന് പകൽ സഭയൊന്ന് ഉണർന്നേ, ഒന്ന് പറഞ്ഞ്, കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകണം. സ്തോത്രം. കാരണം സഭയുടെ യാത്ര സ്റ്റോപ്പ് ചെയ്തിരിക്കുമ്പോൾ ഈ അധികാരികൾ. എന്നാൽ ഓർക്കണം, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് അവരറിയുന്നില്ല. ദൈവസഭ, യഹോവയെ കാത്തിരിക്കുന്നവർ പറക്കേണ്ടത് പറക്കും, ഓടേണ്ടത് ഓടും, നടക്കേണ്ടത് നടക്കും. സ്തോത്രം. ആമേൻ, ആമേൻ. ബാല്യകാലത്തെ അഭിഷേകവും യൗവനകാലത്തെ അഭിഷേകവുമായിട്ട് ഇരിക്കുകയാ. മുന്നേറുവാൻ ദൈവസഭയിൽ ജനത്തിന് മനസ്സില്ല. വചനങ്ങൾ കേട്ടു, വചനങ്ങൾ വായിച്ചു, സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മൾ ഏറ്റുപറയണം, വേറെ ആരുടെ കുറവല്ല കർത്താവേ, എന്റെ കുറവാണ്, ദൈവസഭയുടെ കുറവാണ് ഈ അനർത്ഥങ്ങൾ കാരണമെന്ന് ഏറ്റുപറയാൻ ഇന്ന് പകൽ കഴിയുമെങ്കിൽ, എനിക്ക് മുന്നേറണമെന്ന് ഒരു മനോഭാവം ഉണ്ടാകുവാൻ എനിക്ക് നിനക്ക് കഴിയുമെങ്കിൽ, ഇന്ന് പകൽ പ്രതിസന്ധികളുടെ മേൽ ദൈവം വിടുതൽ കൽപ്പിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ പുതുക്കും ശക്തിയെ. എന്തിനാണെന്നറിയാമോ? തടഞ്ഞു വെച്ച ശക്തികളുടെ നടുവിൽ ഒന്ന് കാണിക്കാനുണ്ട് ദൈവത്തിന്. എന്താണെന്നറിയാമോ? തന്റെ മക്കൾ പറക്കുവാൻ പോകുന്നു, തന്റെ മക്കൾ ഓടുവാൻ പോകുന്നു, തന്റെ മക്കൾ നടക്കുവാൻ പോകുന്നു. അവരുടെ ആത്മീയ അനുഭവത്തെ ഒരു നിമിഷം പോലും തടയുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. സ്തോത്രം.
അവിടെ പൗലോസ് എന്താ പറഞ്ഞറിയാമോ? ഞാൻ പിമ്പിലുള്ളത് മറന്നു. ഫിലിപ്പ് ലേഖനം 3-14 വാക്യത്തിൽ പറയുന്നു, ഞാൻ മുമ്പിലേക്ക് ഓടുന്നു. എവിടേക്ക്? ദൈവത്തിന്റെ പരമ വിളിയുടെ ലാക്കിലേക്ക്. ആത്മീയ ദരിദ്രനായിരുന്ന ഞാൻ ആത്മീയ സമ്പന്നത പ്രാപിക്കുക തുടങ്ങിയപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, എന്നിൽ സമ്പന്നത വരുന്നുണ്ട്, പക്ഷേ പൂർണ്ണത വരുന്നില്ല. അതുകൊണ്ട് അല്പം ഓടിയിട്ട് ഞാൻ നിൽക്കുകയല്ല. വായിച്ച ഭാഗം ഫിലിപ്പിയൻസ് 1 ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും ആ മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ആ വിരുദ്ധനായി ആ പൂർണ്ണതയിലേക്ക് ഞാൻ ഓടുകയാ. സ്തോത്രം. എനിക്ക് കൃപ പ്രാപിച്ചു, ഞാൻ യേശു എന്ന ശബ്ദം കേട്ടു, എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു, അതിൽ ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി. ഇതെല്ലാം സത്യമാ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. അവിടെ കൊണ്ട് നിൽക്കുവാൻ എനിക്ക് മനസ്സില്ല. സ്തോത്രം. ഞാൻ പിമ്പിലുള്ള ഓട്ടം അല്പം ഓടിയിട്ട് ഞാൻ നിൽക്കുകയല്ല, ഞാൻ മുമ്പിലേക്ക് ഓടുവാനുള്ള മനോഭാവമുള്ളവനായി മാറിക്കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. ഞാൻ ആത്മാവിൽ ദരിദ്രനായവനാണ്, എനിക്ക് ആത്മീയ സമ്പന്നാണെന്ന് അറിവ് പ്രാപിച്ചപ്പോൾ പൗലോസ് മുന്നോട്ട് ഓടുവാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ തീരുമാനമെടുത്തോളൂ. എന്ത് സംഭവിച്ചു? അപ്പോസ്തലപ്രവൃത്തികൾ 9:22. ആക്ട്സ് 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. മുന്നോട്ട് ഓടുവാൻ മനസ്സുള്ളവനായി മാറിയപ്പോൾ ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അവൻ ഇന്നലത്തെ ശക്തി, ബാല്യത്തിലെ ശക്തിയല്ല, യൗവനത്തിലെ ശക്തിയല്ല. അവൻ ഓരോ ദിനവും മേൽക്കുമേൽ ശൗല് ശക്തി പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുക, 1 കൊരിന്ത്യർ ലേഖനം 13-11 വാക്യത്തിൽ പറയുക, എന്റെ പ്രാരംഭ ദിനത്തിലെ അനുഭവമല്ല ഇന്നത്തെ അനുഭവമല്ല നാളത്തെ അനുഭവമല്ല അടുത്ത ദിവസം. ഓരോ ദിനവും ഞാൻ അനുദിനം എന്റെ ആത്മീയ ജീവിതത്തിൽ വ്യത്യാസം വന്നു. വായിച്ച ഭാഗം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ഞാൻ ബാല്യകാലത്തിൽ ശിശുവായിരുന്നപ്പോൾ ശിശുവായിരുന്ന അഭിഷേകത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചു. ശിശുവിനെ പോലെ ചിന്തിച്ചു. ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ എന്നാൽ എന്റെ ആത്മീയ വളർച്ച പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഞാൻ ശിശുവിനുള്ളത് ഞാൻ ത്യജിച്ചു കളഞ്ഞു. സ്തോത്രം. ഇന്നലകളെ അഭിഷേകമല്ല എനിക്ക് ആവശ്യമെന്നും ഇന്നത്തെ അഭിഷേകം എനിക്ക് ഇന്ന് ആവശ്യമെന്നും നാളെ ഒരു ദിനം കൂടെ തരുന്നെങ്കിൽ നാളെ പുതിയ അനുഭവം എനിക്ക് ആവശ്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട്, ആമേൻ, സ്തോത്രം, ഇന്നലകളിൽ ആശ്രയിക്കാതെ ഇന്ന് നടത്തുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിപ്പാൻ തുടങ്ങി. എന്തിനാണെന്നറിയുമോ? എനിക്ക് ഇന്ന് ശക്തിയെ പുതുക്കണം, എനിക്ക് പറക്കണം, എനിക്ക് ഓടണം, എനിക്ക് നടക്കണം, എനിക്ക് നിൽക്കണ്ട, എനിക്ക് ഇരിക്കണ്ട. സ്തോത്രം. ആമേൻ. ഇന്ന് സഭകൾ പഠിക്കുന്നു, വരിക, ഇരിക്കുക, നിൽക്കുക, എഴുന്നേൽക്കുക, വീട്ടിൽ പോവുക. സ്തോത്രം. നീ മുന്നേറുന്നത് കാണുന്നത് ശത്രു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവ് വീണ്ടും പറയുന്നു, ആത്മാവിൽ ആ ദാരിദ്ര്യമുണ്ടെന്ന് നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നീ ഭാഗ്യവാനായി മാറിയിരിക്കുന്നു, സ്വർഗരാജ്യം നിനക്കുള്ളതായി മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവവേദലേ, നിനക്ക് ആത്മാവിൽ മുന്നേറുവാനൊരു ആഗ്രഹമുണ്ട് നിന്റെ ഹൃദയത്തിൽ. നീ ആത്മീയത്തിൽ, കർത്താവ് ഇങ്ങനെ എനിക്ക് അല്ല, ഇനി എനിക്ക് ആകണം, പിതാവ് നിന്റെ ഹിതപ്രകാരമാകണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടോ നിന്റെ ഉള്ളത്തിൽ? നീ അതിനായി അത് നൽകുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയിൽ നീ ആശ്രയിക്കുന്നുണ്ടോ? യഹോവയെ കാത്തിരിക്കുന്നതിനെ പോലെ നീ ഇന്ന് പകൽക്കാലം അതിനായി കാത്തിരിക്കുന്നുണ്ടോ? അതോ യഹോവയെ നീ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നിന്റെ ഭൗതിക നന്മയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണോ? നിനക്ക് ജോലിയിൽ ഉന്നമനം ലഭിക്കുവാൻ വേണ്ടിയാണോ? നീ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയാണോ? ഭൂമിയിൽ എന്തെങ്കിലും നന്മകൾക്ക് വേണ്ടിയാണോ ദൈവത്തെ കാത്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നീ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടും, അവർ നടക്കും. അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് പിമ്പിലുള്ളത് മറന്ന് ദൈവം വെച്ചിരിക്കുന്ന ആത്മീയ സമ്പന്ന പൂർണ്ണതയിലേക്കുള്ള ആ പരമയുടെ ലാക്കിലേക്ക് ഞാൻ തന്നെ ഓടുന്നു. എന്നെ തള്ളുവാൻ ആരുമില്ല. ഞാൻ തന്നെ ഓടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവം, ആമേൻ, ഓർക്കുക ദൈവമക്കളെ, ഒരു കെട്ടിടം നിർത്തുവാൻ ഈ ഗവൺമെന്റ് കഴിയുമായിരിക്കാം.
ഒരു കെട്ടിടം ബ്ലോക്ക് ചെയ്യുവാൻ കഴിയുമായിരിക്കാം. പക്ഷേ ലോകത്തിലെ ഒന്നിനും ആർക്കും ആമേൻ ദൈവപ്രവൃത്തി തടയുവാൻ കഴിയുകയില്ല. കാരണം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരിക്കലും നമുക്ക് ഈ ഗവൺമെന്റ് കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. അവർ നിയമങ്ങൾ നിയമപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. അവർ ദൈവസഭയ്ക്ക് വിരോധമല്ല സ്തോത്രം. അവർ ദോഷം ചെയ്യുന്നവരായിട്ടല്ല സ്തോത്രം. ആമേൻ. ആത്മാവിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശത്രു ആമേൻ മുന്നേറ്റം തടയുവാൻ ശ്രമിക്കുമ്പോൾ ആമേൻ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ആമേൻ അവന്റെ തന്ത്രങ്ങൾ, അവൻ എതിരായി വരുന്ന അനുഭവങ്ങൾ ഒന്നും കാണുവാൻ കഴിയുകയില്ല. പ്രാപിച്ച അഭിഷേകത്തിനൊത്തവണ്ണം അവർ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ ദൈവം ആത്മാവിനെ ഏൽപ്പിച്ച ആ ഭാഗത്തിൽ ഇതാണ് ആ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം. എന്നാൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് നമുക്ക് ആ ദാഹം ഉണ്ടാകേണ്ടത്, മുന്നേറണം എന്നൊരു ആഗ്രഹം ഉണ്ടാകേണ്ടത്, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. സ്തോത്രം. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എനിക്കൊരു ദാഹം ഉണ്ടാകണം, ഞാൻ മുന്നേറിയേ മതിയാകൂ, എനിക്ക് മുന്നേറിയേ മതിയാകൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അതിന്റെ മാത്യു 13:3 3-ാം വാക്യം വായിക്കും. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. മതി. ഉപമകളായിട്ട് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പാരബിൾസ് കുറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു, ഒരാൾ വിതയ്ക്കുവാൻ വിത്തുമായി പുറപ്പെട്ടു. ഇനി എന്റെ 10-11 വായിക്കും. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. യേശു ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഉപമകളായിട്ട് പറയാൻ കാരണം എന്താണ്? അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവൻ മതി. ഞാൻ എന്തിനാണ് ഉപമകളായിട്ട് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ആത്മാവ് ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാന്മാർ. അവർക്ക് എന്തുണ്ട്? സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഉപമകളായി കർത്താവരെ പഠിപ്പിച്ചത് എന്താണ്? പഠിപ്പിച്ചത് വിതയ്ക്കുവാൻ പോയി, വഴിയിൽ വീണു, പാറപ്പുറത്ത് വീണു, സ്തോത്രം, അങ്ങനെ മുള്ളുള്ള ഇടയിൽ വീണു, നല്ല നിലത്ത് വീണു. ഉപമകളായി പഠിപ്പിച്ച കാര്യം സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ദൈവമക്കളിൽ വ്യാപരിക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് എന്നും ഫലം കായ്ക്കണം എന്നൊരു ആഗ്രഹമുണ്ടാകും. സ്തോത്രം. നിന്റെ നാമത്തിൽ ഞാൻ എപ്പോഴും ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി മാറണം. കർത്താവേ, ഈ വർഷം ഒരാത്മാവിനെ നേടി. സ്തോത്രം. അതുകൊണ്ട് അടങ്ങിയിരിപ്പ് എനിക്ക് മനസ്സിൽ, കർത്താവേ, എനിക്ക് ഇനിയും ഫലം കായ്ക്കും. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ വാക്യമുണ്ട് ഇങ്ങനെ, സ്തോത്രം, വൃക്ഷങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വാക്യം എഴുതിയിരിക്കുന്ന 1-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 11-12 വായിച്ചു. 1-ന്റെ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. സ്തോത്രം. അടുത്ത വാക്യം. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. അപ്പൊ അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വന്നു, നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ ഞാൻ ഫലം കായ്ക്കുമ്പോൾ എന്തിനാണ് ഫലം കായ്ക്കുന്നത്? ആ ഫലത്തിൽ എന്തുണ്ട്? അടുത്ത വൃക്ഷം ആ ഫലത്തിലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ദൈവത്തിലാണെങ്കിൽ നിന്നിൽ വെളിപ്പെടുന്ന ഫലം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ദൈവത്തിലാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിനെ കണ്ടിട്ട് ദൈവം പറയുകയാണ് നല്ലതെന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് വരെയും ഒരു വ്യക്തിയെ പോലും ക്രിസ്തുവിനായി നേടുവാൻ കഴിയുന്നില്ല എങ്കിൽ, സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലമല്ല. പ്രൈസ് ദി ലോർഡ്. അത് തരം വിത്താണ് അത് തരം ഫലത്തിലുള്ള വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്നത്.
അപ്പോൾ എനിക്കെന്നും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ്, എനിക്കെന്നും ഫലം കായ്ക്കണമെന്നൊരു ആഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവെ, ആത്മാക്കളെ നേടുവാനുള്ള വലിയ വാഞ്ച നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ആത്മാവിനെ നേടിയത് കരുതി സ്തോത്രം 10 വർഷം കഴിഞ്ഞാലും പറയുന്ന സാക്ഷ്യം എന്താണ്? ഇറങ്ങിയ സമയത്ത് ഭയങ്കര കൃപയായിരുന്നു. അന്ന് ഞാൻ ഈ സുവിശേഷം പറഞ്ഞപ്പോൾ ഒത്തിരി ആത്മാക്കൾ വന്നു. അന്ന് കൃപയുണ്ട്. ആ ബാല്യത്തിലെ യൗവനത്തിലെ അഭിഷേകം കൊണ്ട് നിൽക്കുക, നീ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നില്ല. ഇവരും ഓർക്കണം, നിന്റെ കഴിവുകൊണ്ടല്ല ആത്മാക്കളെ നേടുന്നത്, നിന്റെ കൃപ കൊണ്ടല്ല ആത്മാക്കളെ നേടുന്നത്. ദൈവത്തിന്റെ കരുണ മാത്രമാണ്, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. പക്ഷേ ആമേൻ, ഈ ഫലത്തിൽ ഈ വൃക്ഷത്തിൽ ഈ ഫലം വരണമെന്ന് നിശ്ചയിച്ചത് നീയല്ല, ദൈവമാണെന്നാൽ നീ പ്രാർത്ഥിക്കേണ്ടത് ഫലം കായ്ക്കുന്നൊരു വൃക്ഷമായി മാറണം. ഫലം കായ്ക്കാത്തതിന് എല്ലാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? വെട്ടി തീരിട്ട് കളയണം. അപ്പോൾ അയാൾ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, വളമിട്ട് കൊടുക്കാം, ഫലമിട്ട് കൊടുക്കുക, അവനെ പരിപാലിക്കാം, അടുത്ത വർഷം കായ്ച്ചെങ്കിലോ. സ്തോത്രം. വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഇവിടെ ഓർക്കണം, നിനക്ക് ഫലം കായ്ക്കണമെന്നൊരു ആഗ്രഹം നിന്റെ ഉള്ളിൽ പോലും ഇല്ല. സ്തോത്രം. എന്താ? സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? എനിക്ക് ഫലം കായ്ക്കണമെന്ന് എന്നും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിനുള്ളതാണ് സ്വർഗരാജ്യം. ദൈവത്തിന് സ്തോത്രം. നീ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. യോഹന്നാൻ 15-ാം അധ്യായം 16-ാം വാക്യം. നീ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ ഫലം കായ്ക്കും? നീ അന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി മുഴുവൻ ദൈവം ചെയ്തോളും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിനക്കൊരു അറിവ് ലഭിക്കും. ഞാൻ ദൈവത്തിനടുത്ത് പോയതല്ല, ദൈവം എന്നെ തേടി വന്നതാ. സ്തോത്രം. ഞാൻ ദൈവത്തെ അന്വേഷിച്ചതല്ല, ദൈവം എന്നെ അന്വേഷിച്ചതാ. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, കരുണാമയനായ ദൈവത്തിന് എന്നെ തിരഞ്ഞെടുപ്പാൻ മനസ്സിന് തോന്നിയെന്ന് നീ ഒന്ന് മനസ്സിലാക്കും. എന്തിനു വേണ്ടി? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്ത് മതി. നീ ആഗ്രഹം തുടങ്ങുമ്പോൾ നിന്റെ അകത്ത്, നിന്റെ മാംസപ്പലയിൽ ദൈവം ഒരു എഴുത്തെഴുതും. ഞാൻ നിന്നെ ഓമനെ ചൊല്ലി വിളിച്ച് നിന്നെ നാശകരമായ കുഴിയിൽ നിന്ന് വിടുവിച്ച് കുടഞ്ഞ ചേറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ പാപമോചനം നൽകി ഇന്ന് പതിൽ ദൈവത്തിലാക്കി മാറ്റിയിരിക്കുന്നതിന്റെ കാരണം നീ ഫലം കായ്ക്കണം, നിന്നിൽ വെളിപ്പെടുന്ന ഫലം നിലനിൽക്കണം. ഈ അറിവ് നിന്റെ അകത്ത് അവൻ പതിക്കും. ഈ അറിവ് നിന്റെ അകത്ത് പതിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്റെ അകത്ത് ഈ അറിവ് കൊണ്ടുവരും. അറിവ് കൊണ്ടുവന്ന ശേഷം റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം, റോമൻസ് 11:17, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും കൊള്ളാത്ത നിന്നെ, കാട്ടൊലിവായ നിന്നെ അതിൽ നിന്ന് ഒടിച്ചെടുത്ത്, സ്തോത്രം, ഫലപ്രദമായ വേരിന് പങ്കാളി. എന്തോ വേരിന്? ഫലപ്രദമായ വേര്. ഇന്ന് വരെ നിന്നെ ഈ കാട്ടൊലിവിൽ നിന്നിലൊരു ഫലമില്ല. നിന്നിൽ വ്യാപരിക്കേണ്ട ഫലം വെളിപ്പെടണമെങ്കിൽ ഫലപ്രദമായ വേരിനോട് നിന്നെ കൂട്ടിച്ചേർക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫലപ്രദമായ വേരിനോട് നിന്നെ അങ്ങ് ചേർത്ത് ഒട്ടിക്കും അവനങ്ങ്. സ്തോത്രം. നീ എന്ത് ചെയ്യുന്നറിയാമോ? എനിക്ക് ഫലം കായ്ക്കണം നീ ഒന്ന് ആഗ്രഹിച്ചതുള്ളൂ. എങ്ങനെ ആഗ്രഹിച്ചു? ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നിന്നെ ഓടിച്ചെടുത്ത് ഫലപ്രദമായ വേരിനോട് ചേർത്ത് ഒട്ടിച്ചു. സ്തോത്രം. ആ വേരാരാന്നറിയാമോ? അത് യോഹന്നാൻ 15:4-5 എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ, ജോൺ 15:4-5. ഞാൻ നിങ്ങളിൽ വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ. ഈ ഒടിച്ച കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കുക, എന്റെ വേരിനോട് ചേർന്ന് വസിക്കുമ്പോൾ സ്വയമായി കായ്ക്കുവാൻ നിനക്ക് കഴിയത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിന് യോഗ്യനായ നിന്നെ ആ യഥാർത്ഥ ഫലപ്രദമായ വേരിനോട് ചേർത്തൊട്ടിച്ച്, ആരാണ് ആ വേര്? ക്രിസ്തുവാകുന്ന ആ മുന്തിരിവള്ളിയോട് നിന്നെ ചേർത്തൊട്ടിച്ച്. സ്തോത്രം. നിനക്ക് സ്വയമായി കായ്ക്കാൻ കഴിയില്ല. നീ എത്ര വചനം പറഞ്ഞാലും ഒരു ആത്മാവിനെ നേടാൻ കഴിയില്ല. പക്ഷെ നിന്നെ ചേർത്ത് ഒട്ടിച്ച് അങ്ങോട്ട് വിടുമ്പോ ഉണ്ടല്ലോ, നീ പോലും അറിയാതെ മുന്തിരിക്കൊലകൾ നിന്റെ മേൽ സ്വതം വെളിപ്പെടാൻ.
പ്രൈസ് ദി ലോർഡ്. വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ അതിന്റെ ബ്രാഞ്ചസ് ആകുന്നു. സ്തോത്രം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, അപ്പോൾ നീ എന്നിലും കർത്താവ് നിന്നിലും വസിക്കുവാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തൊരു തീരുമാനം, ആഗ്രഹമുണ്ടാകുന്നു, എനിക്ക് ഫലം കായ്ച്ചേ മതിയാകൂ. 2024 ഇനി 6 മാസം കൊണ്ട് കർത്താവേ ഒരാത്മാവിനെങ്കിലും നേടിയേ മതിയാകുമെന്ന് ഏറ്റവും മിനിമം നീ ഒന്ന് പ്രാർത്ഥിക്കണം. നീ അത് ആഗ്രഹിക്കണമെന്ന് ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ, ഈ കൊമ്പും ഈ മുന്തിരിവള്ളിയുടെ കൂട്ടിമുട്ടുമ്പോൾ ഒരു അത്ഭുതം നടക്കും. എന്താണ് അത്ഭുതം? വായിച്ചേ. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ ഒരു ഫലമല്ല കായ്ക്കും. എത്ര വായിക്കും? വളരെ ഫലം കായ്ക്കും. 2024 ഒരു ആത്മാവിനെ നീ ചോദിക്കുന്നെങ്കിൽ ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുന്നു, വളരെ ആത്മാക്കളെ ദൈവം നിനക്ക് തരാൻ പോകുക. സ്തോത്രം. വളരെ എത്രയാ? നീ തന്നെ എഴുതി വെച്ചു എത്രയാ. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ഒന്ന് ആഗ്രഹിക്കണം, എനിക്ക് ഫലം കായ്ക്കണം, എനിക്ക് ഫലം കായ്ക്കണം കർത്താവേ. ഞാൻ ഇത് പോരാ, എനിക്ക് ഫലം കായ്ക്കണം. കഴിഞ്ഞ നാളിൽ ആത്മാക്കൾ നേടിയിട്ടുണ്ടാവും, ഇല്ലായിരിക്കും. പക്ഷെ ഈ ദൂത് കേട്ട ഈ നിമിഷം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഫലം കായ്ച്ചേ മതിയാകുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നീ ഇവനൊന്നും ചെയ്യണ്ട. കാട്ടൊരുവായ ഫലം കായ്ക്കാത്ത ഗുണമില്ലാത്ത നിന്നെ ആ ഫലപ്രദമായ വേനോട് ചേർത്ത് വീണ്ടും ഒന്ന് ശക്തമായി ഒന്ന് ഒട്ടിച്ച് നിന്നിൽ നീ ചിന്തിച്ചതിന് ചോദിച്ചതിന് അത്യന്തപരമായി ഫലങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 1-3 വാക്യം വായിച്ച്. Psalms 1:3. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നോക്കിക്കേ, ചേർത്തൊട്ടിച്ച നിന്നെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് ആറ്റരികത്ത് നട്ട് വചനത്തോട് ചേർത്ത് തക്ക കാലത്ത് നീ എന്ന് പറഞ്ഞ് ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റി. സ്തോത്രം. ഫലമില്ലാത്ത നിന്നെ ഫലമുള്ളതാക്കി മാറ്റി. സ്തോത്രം, സ്തോത്രം. ആത്മാവി ദരിദ്രനാണ്, ഫലമില്ലാത്തവനാണ് കർത്താവേ, ഗുണമില്ലാത്തവനാണ്. എനിക്ക് ഫലം കായ്ക്കണം എന്നതിന്റെ ആഗ്രഹം, തീരുമാനം, ദൈവത്തോടുള്ള സമർപ്പണം, അത് നിന്നെ ഫലമുള്ളവനാക്കി മാറ്റി. എന്താ സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ കാര്യം ഓർത്തോണം. നീ പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും, നീ ആരോടും സ്തോത്രം, നീ പ്രസിദ്ധനായെങ്കിലും ഇല്ലെങ്കിലും, നീ ഫലം കായ്ക്കുമ്പോൾ ഒരു മഹാത്ഭുതം നടക്കും. എന്താണെന്നറിയാമോ? യോഹന്നാൻ 15:8 വായിക്കുന്നു, ഒരു മഹാത്ഭുതം നടക്കും. അതാണ് ഇതിലേറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. ജോൺ 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ഒരാത്മാവിനോട് സുവിശേഷം പറയുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു. ആമേൻ. നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നു. നീ ഫലമുള്ളവനായി മാറുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക. ആമേൻ. സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ്. എങ്ങനെയുള്ളവർക്ക്? എനിക്ക് ഫലം കായ്ച്ചേ മതിയാകൂ കർത്താവേ എന്ന്. ഇതുപോരാ, എന്നും വളരെ ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാനും അതിനായി ചുവടുവെക്കാനും തയ്യാറാകുമെങ്കിൽ ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. ആമേൻ. വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. സ്തോത്രം. ഒന്നാമത്തെ മണ്ഡലം എനിക്ക് ഫലം കായ്ക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. സ്തോത്രം. രണ്ടാമത്തെ മണ്ഡലം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24, 25, 26 വാക്യം. മാത്യു 30, 24, 25, 26. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാണ്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നല്ല നിലത്ത് വിതച്ച വിത്തിനോട് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുക. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു.
അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. മതി, അത്രയും മതി. ഒന്നാമത് വായിച്ചു, നല്ല നിലത്ത്, സ്വർഗരാജ്യം നല്ല നിലത്ത് വിതച്ച വിത്ത്. ഇവിടെ ശത്രു എന്ത് ചെയ്തു? കളയും വിതച്ചു. സ്തോത്രം. ദൂരെ നോക്കിയാൽ രണ്ട് പച്ച പോലെ നിൽക്കും. പക്ഷേ ഈ കളയും നല്ല വിത്തും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് ആദ്യം പറഞ്ഞത്, കളയിൽ ഫലമില്ല. സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. കളയിൽ ഫലമില്ല. സ്തോത്രം. നല്ല വിത്തിൽ എന്തുണ്ട്? ഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ ആഗ്രഹം? അടുത്ത ചോദ്യം എന്താണ്? കർത്താവേ, നല്ല വിത്തല്ലേ വിതച്ചത്, കള എവിടെ നിന്ന് വന്നു? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നിനക്ക് സമ്മതമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. രണ്ടാമത്തെ നിന്റെ ആഗ്രഹം, നിന്റെ മനോഭാവം, വചനപ്രകാരം, ഉപദേശപ്രകാരം എനിക്ക് ജീവിക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം നിന്നെ സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കി മാറ്റും. സ്തോത്രം, സ്തോത്രം. വചനപ്രകാരം ജീവിക്കണം, ഉപദേശപ്രകാരം ജീവിക്കണം. സ്തോത്രം, ആമേൻ, സ്തോത്രം. എന്ന് നീ ആഗ്രഹിച്ചേ മതിയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉപദേശത്തെ, ദുരുപദേശത്തെയും, വചനത്തെയും വചനവിരുദ്ധത്തെയും ഇല്ലാതാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പലപ്പോഴും നീ ചോദിക്കത്തില്ലേ, വചനവിരുദ്ധമായ എത്രയോ കൂടി വരവുകൾ ഇപ്പോഴും തഴച്ചു വളരുന്നു, വചനവിരുദ്ധമായ പലതും നടക്കുന്നു, എന്തേ ദൈവം പ്രതികരിക്കാത്തത്? സ്തോത്രം. നിന്നിൽ വ്യാപരിച്ച ഫലം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് എന്റെ ദൈവം മൗനമായിരിക്കുക. സ്തോത്രം. ആമേൻ. കളയെ പറിച്ചാൽ ആമേൻ ഫലവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് ആമേൻ, സ്തോത്രം, അവൻ എന്ത് ചെയ്യാൻ പോവാ? മൗനമായിരുന്നു. സ്തോത്രം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കുന്നു, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഫലമുള്ളതിനെയും ഫലമില്ലാത്തതിനെയും ഒരുമിച്ച് വെട്ടിയെടുക്കുമ്പോൾ ഫലമുള്ളത് ഭാരപ്പെടരുത്. യജമാനന്റെ കളപ്പുരയിലേക്ക് നിനക്കൊരു ഒരു റിസ്റ്റോറേഷൻ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ലക്ഷ്യം ഫലമുള്ളതിനെ ഇല്ലാതാക്കുകയല്ല, ഫലമില്ലാത്തതിനെ ഇല്ലാതാക്കുകയാണ്. സ്തോത്രം. നോക്കുമ്പോൾ വെട്ടിയെടുത്തത് ഒന്നിരുമിച്ച, എന്നാൽ ഓർത്തുകൊള്ളുക, ഫലമുള്ളതിനെ റീസ്റ്റോർ ചെയ്യുകയും ഫലമില്ലാത്തതിനെ തീപ്പൊയ്യിലേക്ക് എറിയുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. സ്തോത്രം. പലരും പറയുന്നത് എന്താണ്? ഒരിക്കലൊരാൾ ചോദിച്ചതാ, ഞാൻ തെറ്റായ മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ന്യായവിധി വരുന്നില്ല? ചോദ്യം ഇതാ. സ്തോത്രം. നിങ്ങളൊരു മറന്നു പോകരുത്. അതിന്റെ 37 മുതൽ വായിച്ച മനസ്സിലാകാൻ പറ്റും. അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ. കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച് വിതച്ചു കള. കൊയ്ത്ത് ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ് ഒരു പ്രവൃത്തിയുടെ അവസാനം. സ്തോത്രം. ആമേൻ. ക്രിസ്തുവിന്റെ മരണമാണ് പുനരുത്ഥാനത്തിന് നമ്മൾ ഇടയാക്കിയതെങ്കിൽ ഒരു അവസാനം, പുതിയൊരു ഉണർവിന്റെ ആരംഭമാണ്. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും. ഇന്ന് ന്യായവിധി വരാത്തത് കൊണ്ട് നീ പഠിപ്പിക്കുന്നതും പറയുന്നതും സത്യമാണ്, യാഥാർത്ഥ്യമാണെന്നുള്ള മണ്ട അല്ലെങ്കിൽ വിഡ്ഢിത്തം നീ ചിന്തിക്കരുത്. അവിടെ ആള് കൂടുന്നതോട് അത് ശരിയാണെന്ന് ചിന്തിക്കരുത്. അവിടെ ഒരു ന്യായവിധി വരാത്തത് ശരിയാണെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ഫലമുള്ളത് നഷ്ടപ്പെടുത്താതിരിപ്പാൻ ദൈവം ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ കൊയ്ത്ത് കാലത്ത്
രണ്ടിനെയും ദൈവം വെട്ടിയെടുത്തു. സ്തോത്രം. എന്നാൽ ഓർക്കണം, ഫലമുള്ളതിനെ സൂക്ഷിപ്പാനും ഫലമില്ലാത്തതിനെ ഇല്ലാതാക്കുവാനുമുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണിത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് വരേണ്ട ആഗ്രഹം എന്താ? നിന്റെ അകത്ത് വരേണ്ട ആഗ്രഹം, ഞാൻ വചനത്തിൽ നിലനിൽക്കും, ഞാൻ ഉപദേശത്തിൽ നിലനിൽക്കും, അതിന് വിട്ടുവീഴ്ച ചെയ്യുവാൻ എനിക്ക് മനസ്സില്ല എന്ന് നിന്റെ അകത്തൊരു ആഗ്രഹം വേണം. ഇതുപോരാ, ഞാൻ പ്രാപിച്ച വചനമല്ല, ഇനി എനിക്ക് പ്രാപിപ്പാനുണ്ട്. ഞാൻ ഉപദേശിച്ച ഉപദേശമല്ല, ഇനിയും എനിക്ക് ഉപദേശമുണ്ട്. കർത്താവെ, നിന്നിൽ പ്രാപിപ്പാനുള്ള മനസ്സ് നിനക്കുണ്ടാകും. അങ്ങനെ ഒരു മനസ്സുള്ളവനായി മാറിയാൽ ദൈവം എന്ത് ചെയ്യും? യോഹന്നാൻ 8:31-32 വായിക്കാം. ജോൺ 8:31-32. നീ അങ്ങനെ വചനത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം എന്ത് ചെയ്യും? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു. നിനക്ക് അങ്ങനെ എന്റെ വചനത്തിൽ നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ, വാസ്തവമായും നിങ്ങൾ എന്റെ ജനമായി മാറും. ബാക്കി ആരും എന്റെ ജനമല്ല. ഈ ഉപദേശത്തിൽ നിൽക്കുവാൻ, ഈ വചനത്തിൽ നിൽക്കുവാൻ ആരാഗ്രഹിക്കുന്നോ, തീരുമാനമെടുക്കുന്നു, കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, വാസ്തവമായും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? വാസ്തവമില്ലാതെ ദൈവം എന്ന് പറഞ്ഞവരുണ്ട് ഇവിടെ. ദൈവം സർട്ടിഫൈ ചെയ്ത, ദൈവം അപ്രൂവ് ചെയ്ത തന്റെ സ്വന്തം ജനത്തിന്റെ അടയാളം, അവർ വചനത്തിൽ നിലനിൽക്കും. എന്ത് സംഭവിക്കും? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. നീ ഇത് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ, വചനത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ, സത്യം അറിയും, നിനക്ക് അടിമ നുഖത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടും. സ്തോത്രം. യോഹന്നാൻ 17:17 പറയുന്നു, സത്യത്താൽ ജനത്തിന് വിശുദ്ധീകരണം ലഭിക്കും. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാണ്, നിന്റെ വചനം സത്യമാണ്. നീ സത്യത്തിൽ നിലനിന്നാൽ, നീ വചനത്തിൽ നിലനിന്നാൽ സത്യം നീ അറിയും. സത്യം നിനക്ക് സ്വാതന്ത്ര്യം നൽകി തരും. ആ സത്യം നിന്നെ വിശുദ്ധീകരിക്കും. അപ്പൊ സത്യത്താൽ സ്വാതന്ത്ര്യം, സത്യത്താൽ വിശുദ്ധീകരണം നിനക്ക് സംഭവിക്കും. 2 യോഹന്നാൻ 1:4 ഇങ്ങനെ വായിക്കുന്നു. 2 John 1:4. നമുക്ക് പിതാവിങ്കിൽ നിന്നും കൽപ്പന ലഭിച്ചതും, പിതാവിൽ നിന്ന് ലഭിച്ച കൽപ്പന പ്രകാരം അവിടുത്തെ മക്കളിൽ ചിലർ, ദൈവത്തിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട്, സത്യത്തിൽ നടക്കുന്നു. സ്തോത്രം. അത്യന്തം സന്തോഷം. ഞങ്ങൾ സ്വർഗം സന്തോഷിക്കുന്നു. എന്താണ് സന്തോഷം? എന്താണ് സന്തോഷം? ദൈവ കൽപ്പന പ്രകാരം ദൈവത്തിന് ജനമായി തീർന്നവർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞങ്ങൾ സന്തോഷിച്ചു. സ്തോത്രം. അപ്പോൾ നീ തീരുമാനമെടുക്കുമ്പോൾ ഓർക്കണം, സത്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, സത്യത്തിൽ വിശുദ്ധീകരണമുണ്ട്. സത്യത്തിൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നടന്നുകൊണ്ടിരിക്കുക. അനുദിനം നീ നിൽക്കുകയല്ല, നീ നടന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ നീ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേ. എന്നും മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്ന അഭിഷേകത്താൽ ദൈവം നിന്നെ നിറയ്ക്കുവാനിടയായിത്തീരും. എന്നാൽ ഫലമില്ലാത്ത, ആമേ, സത്യമല്ലാത്ത കളയെ എന്നേക്കുമുള്ള തീപ്പൊയ്യിലേക്ക് കർത്താവ് വലിച്ചെറിയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇന്ന് പലരോട് നമ്മൾ സത്യമാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനോഭാവം എന്തെന്നറിയാമോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നേടുന്നുണ്ട്, ഞങ്ങൾക്കൊരു ദോഷവും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന ആത്മീയ മാർഗം സത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശത്രു അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആത്മമണ്ഡലം വചനത്തിലൂടെ പരിശോധിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർ ആ ലോകാവസാനത്തിങ്കിൽ കൊയ്ത്ത് കാലത്ത് അവർ നാശത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. 1 ഫലം കായ്ക്കണമെന്നുള്ള ആഗ്രഹം, 2 വചനപ്രകാരം മുന്നേറണം എന്നുള്ള ആഗ്രഹം. എന്താണ് ആഗ്രഹം? ആഗ്രഹത്തിന് അർത്ഥം എന്താണ്? കർത്താവെ, ഇങ്ങനെയല്ല, ഫലം ഇങ്ങനല്ല, ഇനി എനിക്ക് ഫലം കായ്ക്കണം എന്നുള്ള ആത്മാവിൽ ഇനി ആയിട്ടില്ല, ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം എന്നിൽ വന്നിട്ടില്ല എന്നുള്ള മനോഭാവം. വചനം കർത്താവെ, ദൈവം പഠിപ്പിച്ചത് മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും എനിക്ക് അറിയുവാനുണ്ടെന്നുള്ള വലിയ ആഗ്രഹത്തോടെ വചനം വായിപ്പാനും ധ്യാനിപ്പാനുമുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ സ്വാതന്ത്ര്യം നൽകി വിശുദ്ധീകരിച്ച് ആ സത്യത്തിൽ നടക്കുവാൻ, ഈ ഭൂമിയിൽ തന്നെ സത്യത്തിൽ നടക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3-ാമതൊരു ഭാഗം അവസാനിപ്പിക്കട്ടെ. മത്തായി 13:31-32 വാക്യങ്ങൾ വായിക്കും. അവൻ മറ്റൊരു ഭാവന അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ എടുത്തു തന്റെ വയലിൽ ഇട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ഏറ്റവും ചെറിയ വിത്തായിരുന്നിട്ടും അത് ഏറ്റവും വലിയ സസ്യമായി മാറി.
അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങൾ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നിനക്കൊരാഗ്രഹം, കർത്താവ്, എന്റെ ആത്മീയമായ അനുഭവം തീരെ ചെറുതാ, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് എനിക്ക് വളരണമെന്നുള്ളൊരാഗ്രഹം നിനക്കുണ്ടാകും. സ്തോത്രം, സ്തോത്രം. ഏറ്റവും ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം കർപ്പിച്ചിരിക്കുന്നത്. അവന്റെ മനോഭാവം എന്താണ്? കടുകുമണിയോളമുള്ള കർത്താവേ, ഇത് പോരാ, ഇതല്ല എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ, ഇതല്ല എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കത്തക്ക നിലയിൽ അതുപോലെ അഭിഷേകം എന്റെ മേൽ വേണം. ഈ കൊച്ചു കടുകുമണിയിൽ നിന്ന് പുറപ്പെട്ട വൃക്ഷം, അത് സസ്യം ഏറ്റവും വലിയ സസ്യമായി മാറി. സ്തോത്രം. നിന്നെ ചെറുതായി കാണുന്ന ലോക മനുഷ്യ നടുവിൽ ആമീൻ, നീ യഥാർത്ഥമായ ഒരു ദൈവത്തിൽ ആരെന്ന് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. നിനക്ക് എന്താഗ്രഹിക്കണം? എനിക്കതിലേറ്റവും വലിയതായി തീരണം. എന്തിനു വേണ്ടിയാ? ഞാൻ വലിയനാന്ന് കാണിക്കണം? അല്ല, അനേർക്കും ഞാനൊരു ആശ്വാസമായി തീരണം. ഈ സസ്യത്തിന് നിഴലിൽ വന്നിരിക്കുന്നവർ തണലിൽ അവർ ആശ്വാസം കൊള്ളണം. ആകാശത്തിലെ പറവകൾ വന്ന് ആശ്വാസം കൊള്ളണം. അവർക്ക് ആഹാരമായി തീരണം, അവർക്ക് തണലായി തീരണം, അവർക്ക് ആശ്വാസമായി തീരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനേകർക്ക് ആശ്വാസമായി തീരണം. എന്റെ ക്രിസ്തു എന്റെ മേൽ പറഞ്ഞ അഭിഷേകം എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമുള്ളതല്ല, അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ഉന്നത അനുഭവമായി മാറണം. ക്രിസ്തു ആരായിരുന്നു? സർവ്വലോകത്തിലുള്ള മഹാസന്തോഷം. ക്രിസ്തു ആരായിരുന്നു? സർവ്വലോകത്തുള്ള മഹാരക്ഷ. ക്രിസ്തു ആരായിരുന്നു? സർവ്വലോകത്തിലുള്ള മഹാസൗഖ്യം. ആമേൻ. വർണ്ണിച്ചാൽ തീരുമോ? ക്രിസ്തു തനിക്കുള്ളവനായിരുന്നില്ല, സർവ്വലോകത്തിനു വേണ്ടി ആശ്വാസമായതുപോലെ ആമേൻ, ഏറ്റവും ചെറിയവനായ ഞാൻ, ആമേൻ, എനിക്ക് ക്രിസ്തുവേ നീ ആയതുപോലെ എല്ലാവർക്കും ആശ്വാസമുള്ള ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടിയായിത്തീർന്നുള്ള ആഗ്രഹമുള്ളവനായി മാറും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ഫിലിപ്പിയർ ലേഖനം 2:9 പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഫിലിപ്പിയൻസ് 2:9. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം, ഏറ്റവും വലിയ നാമം നൽകി. സ്തോത്രം. ഏറ്റവും വലിയ നാമം നൽകി. സ്തോത്രം. അതിന്റെ 2:5-6 വായിക്കുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കും. അവൻ ഇത്രയും ഉന്നതമായി ഇരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെട്ടു. മനുഷ്യരുടെ ഇടയിൽ വേലക്കാരന്റെ രൂപമെടുത്തു. കടുകുമണിയോളം അവൻ ചെറുതായി. പക്ഷേ സ്തോത്രം, അവൻ ആത്മീയമായി പിതാവിനോട് ചേർന്ന് അവന്റെ ജീവിതകാലം ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചെന്നപ്പോൾ ആമി വചനം പറയുന്നു, ആമേൻ, ഏറ്റവും ദാസരൂപമെടുത്ത് ചെറുതായവനെ ഏറ്റവും വലിയ നാമത്തിനുടമയാക്കി ദൈവം മാറ്റി. സ്തോത്രം. വളരുവാൻ ആഗ്രഹിക്കുന്നവനെ ഏറ്റവും ഉന്നതമായ അനുഭവത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. വചനം പറയുന്നു, അവൻ എന്നെ, സങ്കീർത്തനം 14 പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിച്ചു. എന്റെ നാമത്തെ അറിയാൽ. വായിച്ച് Psalms 91:14. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഏറ്റവും ഉയർത്തു. ദൈവത്തിന്റെ ഉയർച്ച. ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. പക്ഷെ എന്താ ആഗ്രഹിക്കണം? എനിക്ക് അങ്ങനെ ആത്മീയത്തിൽ വളരണം കർത്താവേ. സ്തോത്രം. വളർന്നുകൊണ്ടേയിരിക്കണം കർത്താവേ. എന്നെ ഏറ്റവും ഉന്നതമായ ആത്മീയ എനിക്ക് എന്റെ ഈ ഭൂമിയിൽ വേണം കർത്താവേ. സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്താ? ഏറ്റവും നല്ല കാറ് വേണം, ഏറ്റവും വില കൂടിയ വീട് വേണം, ഏറ്റവും വില കൂടിയ ഫ്ലൈറ്റിൽ പോകണം, ഏറ്റവും വില കൂടിയ എനിക്ക് വേണം, ഏറ്റവും വില കൂടിയ ജോലി എനിക്ക് വേണം. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, കർത്താവേ ഏറ്റവും ഉന്നതമായ ഒരു ആത്മീയ എനിക്ക് വേണമെന്ന്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. ആത്മാവിൽ ദരിദ്രനായ കർത്താവ്, ഞാൻ വളരുവാൻ കഴിയുന്നില്ല. എനിക്ക് ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്ന ആ വളർച്ച, അവിടെ ആ പൂർണ്ണതയിൽ എനിക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാണ്. നീ അത് ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം 2 കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. 1 Corinthians 3:6. ഞാൻ നട്ടു,
അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. സ്തോത്രം. വളരണമെന്ന് ആഗ്രഹിക്കുന്നവൻ അപ്പസ്തലനായ പൗലോസിന്റെ പുറകെ പോകുകയില്ല, അപ്പല്ലോസിന്റെ പുറകെ പോകുകയില്ല. ആരുടെ പുറകെ പോകും? ദൈവത്തിന്റെ പുറകെ പോകും. കാരണം ആരാ വളരുമാറാക്കുന്നത്? ദൈവം. വളരുമാറാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. വളരണമെന്ന് ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ എത്തുന്നത് ദൈവത്തിലാണ്. അവൻ മറിയയിലോ അപ്പസ്തോലന്മാരിലോ ഈ മധ്യസ്ഥന്മാരിലോ വിശുദ്ധന്മാരെന്ന് ലോകം പറയുന്നവരുടെ അടുത്ത് അവൻ ചെല്ലുകയില്ല. കാരണം അവർക്ക് നടുവാനും നനയ്ക്കുവാനും ആയ കാലത്ത് കഴിഞ്ഞു. എന്നാൽ ആദ്യവും അന്ത്യവും ആയ ദൈവം പറയുന്നു, അനുദിനം തന്റെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. അത് നിലച്ചു പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ആമെ വളരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ബന്ധം പിതാവ് ദൈവത്തോടായി തീരും. സ്തോത്രം. അത് മാത്രമല്ല, പിതാവ് നിന്നോടൊരു കാര്യം പറയും. എഫേസ്യർ ലേഖനം 4:14-15, Ephesians 4:14-15. നിർത്തി ഇത് വായിച്ചാൽ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഭയത്താലും ദൈവത്തിലെത്തിയ ഞാൻ ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ വീഴുകയില്ല. കാരണം നിൽക്കട്ടെ, എന്തുകൊണ്ടാണ് വീഴാത്തത്? വളരുമാറാക്കുന്ന ദൈവമാണെന്ന് ബോധ്യമായപ്പോൾ നീ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. അതുകൊണ്ട് നീ അവര് പറഞ്ഞ ഗിമിക്കുകളും ടെക്നിക്കലും ഒന്നും വീണ് എന്റെ ആത്മീയം നഷ്ടപ്പെടുകയില്ലെന്നും ഞാൻ ആത്മാവിൽ വളരുമെന്ന് ദൈവം നിനക്ക് ഉറപ്പ് തരുന്നു. സ്തോത്രം. 1. 2, കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്നു. അപ്പോൾ ഈ മനുഷ്യർ എന്നെ തെറ്റിച്ചു പഠിപ്പിക്കുന്ന വചനവും ഉപദേശത്തിന്റെ എല്ലാ ക്രമക്കേടുകളിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കും. സ്തോത്രം. അടുത്തത്, ശിശുക്കളായിരിക്കാതെ അതുകൊണ്ട് എന്ത് പറ്റി? നീ ശിശുവായിരിക്കാതെ, വീണ്ടും ജന്മം പ്രാപിച്ച അവസ്ഥയിൽ നിൽക്കാതെ, ബാല്യ അവസ്ഥയിൽ നിൽക്കാതെ, യൗവന അവസ്ഥയിൽ നിൽക്കാതെ ഒരു തികഞ്ഞ പുരുഷ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിലുള്ള ആശ്രയം നിന്നെ ഇടയാക്കും. സ്തോത്രം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. സ്നേഹത്തിൽ ഇപ്പൊ നീ എന്താ സംസാരിക്കുന്നത്? എന്താണ് സത്യം? നിന്റെ വചനമാണ് സത്യം. സ്തോത്രം. അപ്പൊ സ്നേഹത്തിൽ എന്ത് സംസാരിക്കും? ദൈവവചനം. എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നു? നീ ദൈവത്തിൽ ആശ്രയിച്ചു, അതുകൊണ്ട് ദൈവത്തിൽ നീ വചനം പ്രാപിച്ചു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം ക്രിസ്തു എന്ന തലയോളം ദൈവം നിന്നെ വളർത്തും. സ്തോത്രം. ക്രിസ്തു എന്ന തലയോളം ദൈവം നിന്നെ വളർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, ഞാൻ ഫലം കായ്ച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഫലം കായ്ച്ചിട്ടില്ല. ഏതവസ്ഥയാണെങ്കിലും ഇതല്ല, ഇനി എനിക്ക് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, എനിക്ക് വചനം മനസ്സിലായിട്ടുണ്ട്. കർത്താവേ, ഞാൻ വചനം ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇനിയും എനിക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവെ വചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിയുവാൻ, പിതാവെ സ്വർഗീയമായത് തിരിച്ചറിയുവാനുള്ള വലിയ ആഗ്രഹം, ഉപദേശത്തിലും വചനത്തിലും ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം, ആ വലിയ മോഹം, ആഗ്രഹം ഉള്ളവരാ. ആമീൻ. ഇത് പോരാ കർത്താവെ, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ചിന്താഗതി. 3 പറഞ്ഞു, എന്റെ ആത്മീയ വളർച്ച ക്രിസ്തുവിന് തലയോളം ആകുവാൻ തക്കവണ്ണം ഇതുവരെ ഞാൻ പല മനുഷ്യരിലും ആശ്രയിച്ചു, പല പാസ്റ്റർമാരിൽ ഞാൻ ആശ്രയിച്ചു, പല വ്യക്തികൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഇനി ആ ചതിയിൽ ഞാൻ വീഴുകയില്ല. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച് ആമേ പിതാവ് ആഗ്രഹിക്കുന്ന ആ വളർച്ച, ഏത് വളർച്ച? ക്രിസ്തുവിന് തലയോളമുള്ള വളർച്ച പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായി നീ മാറുമ്പോൾ, അതാകുവാൻ കഴിഞ്ഞിട്ടില്ല. ആ വളർച്ച എനിക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന 3 ആഗ്രഹങ്ങൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഉടലെടുക്കുമെങ്കിൽ കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാൻ, സ്വർഗരാജ്യം നിനക്കുള്ളതാ. സ്തോത്രം. നീ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ ഫലമുള്ളവനാക്കി മാറ്റുന്ന സ്വർഗീയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കും. നീ ആമേ വചനത്തെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരേണ്ട എല്ലാ വിടുതലും ദൈവം ചെയ്തുകൊണ്ടിരിക്കും. 3 കർത്താവേ, ആമേ സ്തോത്ര, ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ആമേ മനുഷ്യന്റെ ചതിയാൽ, ഉപദേശത്തിന്റെ പെശകിനാൽ, ആമേ ശത്രു ഏതെല്ലാം മാർഗത്തിൽ ആത്മീയ കെണികൾ മനുഷ്യർ ഒരുക്കി വെച്ചിട്ടുണ്ടോ, ആ കെണികൾ ദൈവം തന്നെ വിടുവിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ഇടയാക്കി തീർക്കും. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലിൽ ഓർത്തുകൊള്ളുക, ആ മനോഭാവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉള്ളിലുണ്ടെങ്കിൽ ആ മനോഭാവം അണഞ്ഞു പോകാതെ ഒരു എരിയുന്ന തീപ്പന്തം പോലെ ഉള്ളത്തിൽ കത്തി നിൽക്കട്ടെ. കാരണം അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് ഈ